മക്കളെ, ഇന്ന് നമുക്ക് ഹാച്ചി കി കഹാനി എന്ന കഥ എടുക്കാം. കഹാനിയാണ് ഹാച്ചിയുടെ കഥ. ഗീത് ചതുർവേദിയാണ് ഹാച്ചി കി കഹാനി എഴുതിയിരിക്കുന്നത്. 1923 സമയം എപ്പോഴാണ്? 1923 കാലഘട്ടത്തിലെ ഒരു കഥയാണ്. जापान की राजधानी टोक्यो में सड़क पर टहलते प्रोफेसर यूएनए को कुत्ते का एक पिल्ला मिलता है. ടോക്കിയോ എന്ന ജപ്പാനിലെ തലസ്ഥാനമായിട്ടുള്ള ടോക്കിയോവിലെ റോഡിലൂടെ നടന്നു പോകുന്ന പ്രൊഫസറിന്റെ പേരാണ് യുഎൻഒ. പ്രൊഫസറായ യുഎൻഒക്ക് കുത്തേക്കായക്ക് പിള്ള മിൽത്താഹെ, ഒരു പട്ടിക്കുഞ്ഞിനെ ലഭിക്കുന്നു. അക്കീത്ത നസ്ലിക്ക ഏക്ക് ശാൻദാർ പിള്ള, അത് അക്കീത്ത വംശത്തിൽപ്പെട്ട ഒരു സുന്ദരി പട്ടിക്കുട്ടിയായിരുന്നു. ജിസ്കെ ഗലെ പർ പട്ടാ ബന്ധാഹെ, അതിൻ്റെ കഴുത്തില് ഒരു ബെൽറ്റ് ബന്ധിച്ചിട്ടുണ്ടായിരുന്നു. സുന്ദരിയായ ആ പട്ടിക്കുട്ടിയുടെ കഴുത്തിൽ ഒരു ബെൽറ്റ് ബന്ധിച്ചിട്ടുണ്ടായിരുന്നു. ഉസ് പർ ലിഖാ ഹെ ഹാച്ചി, അതിലെന്താണ് എഴുതിയിരുന്നത്? ഹാച്ചി എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. ജപ്പാനി ഭാഷ മേ ഹാച്ചി കാ അർത്ഥ ഹോത്താ ഹെ ആട്ട്, ജപ്പാൻ ഭാഷയിൽ ഹാച്ചി എന്നതിൻ്റെ അർത്ഥം 8 എന്നാണ്. വഹ് അങ്ക് ജിസെ പൂരാ ജപ്പാൻ ബഹുത്ത് സൗഭാഗ്യശാലി ബാൻത്തെ ഹെ, അത് ആ 8 എന്ന നമ്പർ ജപ്പാനിലുള്ളവരെല്ലാവരും ഭാഗ്യ നമ്പറായിട്ടാണ് അംഗീകരിച്ചത്. ജപ്പാനിലെ എല്ലാവരും ആ നമ്പർ എങ്ങനെയാണ്? ഭാഗ്യത്തിന്റെ നമ്പറായിട്ടാണ് കരുതിയിരുന്നത്. ലേക്കിൻ പിള്ള ഐസി മസ്ബൂത്ത് ഹാലത്ത് മേതാക്കി ലഗെ ഭാഗ്യക്ക മാരാഹെ, പക്ഷേ പിള്ള, ആ പട്ടിക്കുട്ടി മസ്ബൂർ ഹാലത്ത്, അതിന്റെ ആ അവസ്ഥ കണ്ടാൽ എന്താ തോന്നുക? ആ ഭാഗ്യക്ക മാരാഹെ, ഭാഗ്യഹീനനാണ് എന്ന് തോന്നും. പ്രൊഫസറിനെ തൈ കിയാക്കി മേം ഇസ് കുത്തേക്കോ മാലിക്കോ ഗോജൂങ്ക, അങ്ങനെ പ്രൊഫസർ തീരുമാനിച്ചു, തൈ കിയ പറഞ്ഞ തീരുമാനിച്ചു, മേ ഇസ് കുത്തേക്ക്, ഞാൻ ഈ പട്ടിക്കുട്ടിയുടെ മാലിക്കോ ഗോജൂങ്ക, മാലിക് മുതലാളിയെ അന്വേഷിക്കും. ജബ് തക്ക് വഹ് നഹി മിലേഗ യഹ് മേരെ സാത്ത് ഹി രഹേഗ, ജബ് തക്ക് എന്നാൽ എപ്പോൾ വരെയാണോ, അതായത് ഈ പട്ടിക്കുട്ടിയുടെ യജമാനനെ കാണാതിരിക്കുന്ന സമയത്തോളം അത് മേരെ സാത്ത് ഹി രഹേഗ, എന്നോടൊപ്പം താമസിക്കും. ഈ പട്ടിക്കുഞ്ഞിന്റെ യജമാനനെ കണ്ടു കിട്ടുന്നത് വരെ ഈ ഹാച്ചി ആരോട് കൂടെ താമസിക്കും? നമ്മുടെ ലേഖകനായിട്ടുള്ള രാജധാനി ടോക്കിയോയിലെ റോഡിലൂടെ നടന്നു പോയ പ്രൊഫസർ യുഎൻഒ ആണ് ഇപ്പോൾ പട്ടിക്കുഞ്ഞിനെ എടുത്തല്ലേ. അപ്പോൾ പ്രൊഫസർ യുഎൻഒയുടെ കൂടെ താമസിക്കും. ഉസേ സാത്ത് ലേക്കർ വഹ് റോസ് ഉസ്കെ മാലിക്കോ ഗോജ്നെ നികൽനെ ലേക്കിൻ വഹ് കഹി നഹി മില. ഉസേ സാത്ത് ലേക്കർ, അവനെയും കൂടെ എടുത്തിട്ട്, ആരെയും കൂടെ എടുത്തിട്ട്? ഹാച്ചിയെയും കൂടെ കൂട്ടും. എല്ലാ ദിവസവും ഹാച്ചിയുടെ മുതലാളിയെ തേടി പോകുന്ന സമയത്ത് ഉസേ ഹാത്ത് ലേക്കർ, അവനെയും കൂടെ കൂട്ടിയിട്ട് റോസ് ഉസ്കെ മാലിക്കോ ഗോജ്നെ നികൽത്തെ, നിത്യവും, റോസ് പറഞ്ഞ നിത്യവും അവന്റെ യജമാനനെ അന്വേഷിച്ച് പുറത്തിറങ്ങുന്നു. നികൽത്തേഹെ, പുറത്തിറങ്ങുന്നു. ലേക്കിൻ വഹ് കഹി നഹി മില, പക്ഷേ അങ്ങനെ ഒരാളെ എവിടെയും കണ്ടെത്താൻ സാധിച്ചില്ല. റോസ് കെ ഇസ് संग साथ के कारण दोनों की ऐसा लगाव बन गया कि हाची अब उन्हीं को अपना मालिक मानने लगा. നിത്യവുമുള്ള അവരുടെ കൂടെ എന്നും നിത്യവും അവരൊന്നിച്ചാണല്ലേ പോകുന്നത്. അപ്പൊ അവരുടെ ഒന്നിച്ച് ചേരുന്നത് കാരണം, അവരുടെ സംഘ് സാത്ത്, അവരെപ്പോഴും ഒപ്പമായത് കാരണം, ദോനോമെ ഐസ ലഗാവ് ബൻ ഗയാക്കി, രണ്ടുപേരിലും അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാവാൻ തുടങ്ങി. ലഗാവ് പറഞ്ഞ തോന്നൽ ഉണ്ടാവാൻ തുടങ്ങി. ഹാച്ചി അബോനിക്കോ അപ്പന മാലിക് മാൻതേഹെ, ഹാച്ചി എന്താണ്? വളരെയധികം അടുപ്പം രണ്ടുപേരിലും ഉണ്ടായത് കൊണ്ട് തന്നെ ഹാച്ചി കരുതുകയാണ് മാലിക് ആരാണെന്ന്? യുഎൻഒ ആണ് തന്റെ മാലിക് എന്ന് ഹാച്ചി കരുതുന്നു. പ്രൊഫസർ കി പത്നിക്കോ ശുരു മേ ഹാച്ചി പസന്ത് നഹി ആയ, പ്രൊഫസറിന്റെ ഭാര്യയ്ക്ക് തുടക്കത്തിലൊന്നും ഹാച്ചിയെ ഇഷ്ടമുണ്ടായിരുന്നില്ല. ലേക്കിൻ ഉസ്കി സുന്ദരത ഓർ പ്രൊഫസർ കെ പ്രതി ഉസ്കെ സ്നേഹിനെ ഉസ്കാ ദിൽ പിഘലാ ദിയ, പക്ഷേ അവളുടെ സൗന്ദര്യം, അവൾക്ക് പ്രൊഫസറിനോടുള്ള സ്നേഹം, ഇതെല്ലാം കണ്ടപ്പോൾ
ആ ഭാര്യയുടെ ദിൽ പിഘലാകയ, മനസ്സലിഞ്ഞു. സമയ ബീത്താ ഗയ, അങ്ങനെ സമയം കടന്നുപോയി. ഉൻ ദോനോ കി ദോസ്തി ഗഹരി ഹോത്തി ഗയി, അവരുടെ രണ്ടുപേരുടെയും ഫ്രണ്ട്ഷിപ്പ് വളരെ ആഴമുള്ളതായി തീർന്നു. പ്രൊഫസർ സുബ ട്രെയിൻ പക്കടുക്കർ ദഫ്തർ ജാത്തെ और शाम को लौटकर ഹാച്ചി കെ സാത്ത് ഖേൽത്തെ, പ്രൊഫസർ രാവിലെ ട്രെയിനിൽ ഓഫീസിൽ പോവുകയും വൈകുന്നേരം തിരിച്ചു വന്നിട്ട് ഹാച്ചി കെ സാത്ത്, ഹാച്ചിയോടൊപ്പം കളിക്കുകയും ചെയ്തു. ഏക് സുബ, ഒരു പ്രഭാതം, ഹാച്ചി ബി പ്രൊഫസർ കെ പീച്ചെ പീച്ചെ ചൽത്താ ഹുവാ സ്റ്റേഷൻ പहुंच गया, ഒരു പ്രഭാതത്തിൽ, ഒരു രാവിലെ ഹാച്ചിയും പ്രൊഫസറിന്റെ പിന്നാലെ സ്റ്റേഷൻ വരെ പോയി. ഉസ്കോ ബഹുത്ത് അജീബ് ലഗ, അദ്ദേഹത്തിന് അത് വളരെയധികം വിചിത്രമായിട്ട് തോന്നി. ഉനോനെ സമച്ചാനാ ചാഹ, അദ്ദേഹം ആ പട്ടിക്കുഞ്ഞിനെ മനസ്സിലാക്കിക്കാൻ ശ്രമിച്ചു. ലേക്കിൻ ഹാച്ചി ഗർ ലൗട്ട്നെ കോ രാജി നഹീന്ത, പക്ഷേ ഹാച്ചി വീട്ടിലേക്ക് തിരിച്ചു പോവാൻ സമ്മതിച്ചതേയില്ല. രാജി പറഞ്ഞ സമ്മതം. ആഖിർ പ്രൊഫസർ ഗുദു സെ ഘർ തക്ക് ചോഡ്കർ ആയെ ഓർ ദഫ്തർ ദേർ സെ ഗയെ, അവസാനം പ്രൊഫസർ സ്വയം അതിനെ ഘർ തക്ക്, വീട് വരെ വിട്ടിട്ട് വന്നു. ദഫ്തർ ദേർ സെ ഗയെ, അങ്ങനെ ഓഫീസിലേക്ക് നേരം വൈകിയാണ് പോയത്. शाम को काम से लौटने के बाद जब वे ट्रेन से उतरकर अपने स्टेशन के फाटक से निकले तो देखा बाहर सड़क पर हाची उनका इंतजार कर रहा है. ഷാം കോ, വൈകുന്നേരം ജോലി കഴിഞ്ഞിട്ട് ലൗട്ട്നേക്ക് ബാദ്, തിരിച്ചു വന്നതിന് ശേഷം എപ്പോഴാണോ അദ്ദേഹം ട്രെയിൻ സെ ഉതർക്കർ, ട്രെയിനിൽ നിന്ന് ഇറങ്ങിയിട്ട് അപ്പനെ സ്റ്റേഷൻ കെ, സ്വന്തം സ്റ്റേഷന്റെ ഫാടക് ഗേറ്റ് നികലെ പുറത്തിറങ്ങിയപ്പോൾ ദേക്ക കണ്ടു, ബാഹർ പുറത്ത്, സടക്ക് പർ ഹാച്ചി റോട്ടിൽ, ഹാച്ചി ഉൻക ഇന്തസാർ കർ രഹാ ഹെ, റോട്ടിൽ ഹാച്ചി അദ്ദേഹത്തിനെയും പ്രതീക്ഷിച്ചു നിൽക്കുന്നത് അദ്ദേഹം കണ്ടു. വഹു ഉൻകെ സാത്ത് പൈതൽ ഗർ ചൗട്ട, അയാൾ ആ ഹാച്ചിയോടൊപ്പം സാത്ത് ഒന്നിച്ച് പൈതൽ ഗർ ലൗട്ട, കാൽനടയായിട്ട് വീട്ടിലേക്ക് തിരിച്ചു. ഫിർ തോ യഹ് റോസ് കാ സിൽസില ബൻ ഗയ, പിന്നീട് ഇതൊരു എന്നത്തെ നിത്യവുമുള്ള ഒരു ക്രമമായി മാറി. हर सुबह हाची प्रोफेसर को छोड़ने स्टेशन तक जाता और शाम को उनके आने के पहले ही स्टेशन के बाहर बैठकर उनका इंतजार करने लगा. അങ്ങനെ ആ ഒരു പ്രവൃത്തി നിത്യവും തുടർന്നു കൊണ്ടേയിരുന്നു. എന്തായിരുന്നു അത്? രാവിലെ പ്രൊഫസറിന്റെ കൂടെ പോവുക, വൈകുന്നേരം പ്രൊഫസർ തിരിച്ചു വരുന്നതിന് മുമ്പായിട്ട് തന്നെ പ്രൊഫസർ വരുന്നതും പ്രതീക്ഷിച്ച് സ്റ്റേഷനിൽ ഇരിക്കുക. ഹർ സുബഹ് പറഞ്ഞ എല്ലാ പ്രഭാതത്തിലും ഹാച്ചി പ്രൊഫസറിനെ ചോടനെ, പ്രൊഫസറിനെ പിന്നെ ഓഫീസിലേക്ക് വിടാൻ വേണ്ടിയിട്ട് സ്റ്റേഷൻ തക്ക് ജാന, സ്റ്റേഷൻ വരെ പോവുക. ഷാം കോ, വൈകുന്നേരം, ഉനിക്ക് ആനെ സെ പഹലെ, അദ്ദേഹം വരുന്നതിന് മുമ്പ് തന്നെ സ്റ്റേഷൻ കെ ബാഹർ, സ്റ്റേഷന് പുറത്തിരുന്നിട്ട് ഉൻക ഇന്തസാർ കർണയിലേക്ക് എത്താ, അദ്ദേഹം വരുന്നതും പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുക. ഫിർ സാത്ത് ഗർ ആത്ത, പിന്നീട് ഒന്നിച്ച് വീട്ടിലേക്ക് പോവുക. ഉജൽത്തെ പുൽക്കത്തെ, തുള്ളിച്ചാടിക്കൊണ്ട് സന്തോഷത്തോടെ തിരിച്ച് വീട്ടിലേക്ക് പോവുക. ആ പ്രവൃത്തി ഇങ്ങനെ തുടർന്നു കൊണ്ടേയിരുന്നു. ഏക് ഷാം, ഒരു വൈകുന്നേരം, ഹാച്ചി സ്റ്റേഷൻ കെ ബാഹർ ബൈഠ്കർ ഇന്തസാർ കർ രഹാ ഥാ, ഒരു വൈകുന്നേരം ഹാച്ചി സ്റ്റേഷന് പുറത്തിങ്ങനെ പ്രതീക്ഷയോടെ ഇരിക്കുകയായിരുന്നു. ഇന്തസാർ കർണാന, പ്രതീക്ഷിച്ചിരിക്കുക. ബഹുത്ത് ദേർ ഹോ ഗയി, വളരെയധികം സമയം കഴിഞ്ഞു. ലേക്കിൻ പ്രൊഫസർ ലൗട്ട്കർ നഹി ആയ, പക്ഷേ പ്രൊഫസർ തിരിച്ചെത്തിയില്ല. രാത്ത് ഹോ ഗയി, രാത്രിയായി. ബർഫ് ഗിർനെ ലഗി, മഞ്ഞ് വീഴാൻ തുടങ്ങി. പർനത്തോ പ്രൊഫസർ ആയേ, പക്ഷേ പ്രൊഫസർ വന്നില്ല. നഹി ഹാച്ചി ഉസ് ജഗ സഹില, ഹാച്ചി ആ സ്ഥലത്തു നിന്ന് ഇളകിയതേയില്ല. ദർ അസൽ ഉസ് ദോപഹർ കോ ദഫ്തർ മേ പ്രൊഫസർ കാ നിധൻ ഹോ ഗയാ ഥാ. ദറസൽ, യഥാർത്ഥത്തിൽ ഉസ് ദോപർ, ആ ദിവസം ഉച്ചയ്ക്ക്, ദോപഹർ പറഞ്ഞ ഉച്ച സമയത്ത്, ദഫ്തർ മേ, ഓഫീസിൽ വെച്ച്, പ്രൊഫസർ കാ നിധൻ ഹോ ഗയാ ഥാ, പ്രൊഫസർ മരിച്ചിട്ടുണ്ടായിരുന്നു. അബുനെയും കബീനെഹി ലൗട്ട്നാഥ, ഇനി അദ്ദേഹം ഒരിക്കലും തിരിച്ചു വരുമായിരുന്നില്ല. ലേക്കിൻ ഹാച്ചി കോ യഹ് ബാത്ത് കൈസേ പതാ ചൽ സക്തി തി, പക്ഷേ ആ കാര്യം ഹാച്ചി എങ്ങനെ അറിയാനാണ്? ഉസേ തോ ബസ് इतना समय आया कि उसका दोस्त इस जगह ट्रेन से उतर कर हर रोज उसके पास लौट आता था, आज नहीं लौटा है. ഉസേ തോ ബസ് ഇത്തന സമച്ചായാക്കി, അവൾക്ക് ഇത്രമാത്രം അറിയാമായിരുന്നു. ഉസ്കാ ദോസ്ത്, അവളുടെ ഫ്രണ്ട്, ഇസ് ജഗ, ഈ സ്ഥലത്ത്, ട്രെയിൻ സെ ഉതർക്കർ, ട്രെയിനിൽ നിന്ന് ഇറങ്ങിയിട്ട്, ഹർ റോസ്,
നിത്യവും ഉസ്കെ പാസ് ലൗട്ടാത്ത, അത് അവളുടെ അടുത്തേക്ക് തിരിച്ചെത്തുമായിരുന്നു. ആജ് നഹി ലൗട്ടാഹെ, ഇന്ന് തിരിച്ചെത്തിയിട്ടില്ല, അത് മാത്രം അവൾക്കറിയാം. ഹോ സക്താ ഹെ ദോടി ദേർ ബാദ് ആ ജായേഗ, കുറച്ച് സമയത്തിന് ശേഷം വരുമായിരിക്കും. ദേർ രാത്ത് പ്രൊഫസർ കെ പരിജൻ ഉസെ ജബറൻ ഗർ ലേ ഗയ. ദേർ രാത്ത്, രാത്രി കുറേ വൈകിയതിനു ശേഷം പ്രൊഫസറിന്റെ പരിജനങ്ങൾ അവളെ വീട്ടിലേക്ക് നിർബന്ധിച്ചു കൊണ്ടുപോയി. ലേക്കിൻ അഗലി സുബഹ് ഹാച്ചി ഫിർ ഉസി ജഗ ആക്കർ ബൈഠ് ഗയ. പക്ഷേ അടുത്ത പ്രഭാതത്തിൽ തന്നെ ഹാച്ചി വീണ്ടും അതേ സ്ഥലത്ത് തന്നെ ആക്കർ ബൈഠ് ഗയ, വന്ന് ഇരുന്നു. ഉസെ വിശ്വാസ് താ കി പ്രൊഫസർ റോസ് കി തര സ്റ്റേഷൻ കെ ബസ് ഉസ് ദർവാസെ സെ നികൽ കർ ആയേംഗെ. ഉസെ വിശ്വാസ് താക്കി, അവൾക്ക് വിശ്വാസമുണ്ടായിരുന്നു, പ്രൊഫസർ റോസ് കി തര, എന്നത്തെയും പോലെ സ്റ്റേഷൻ കെ ഉസ് ദർവാസെ സെ, സ്റ്റേഷന്റെ ആ വാതിലിലൂടെ നികൽക്കർ ആയെങ്കിൽ പുറത്തിറങ്ങി വരും എന്ന് അവൾക്ക് വിശ്വാസമുണ്ടായിരുന്നു. ഉസ്സെ പ്യാർ കരേങ്കെ ഓർ ഫിർ വേ ദോനോ ഗേൽത്തെ ടഹൽത്തെ ഗർ ലൗട്ടേങ്കെ. അവളെ സ്നേഹിക്കും, അതിനുശേഷം അവർ രണ്ടുപേരും ഗേൽത്തെ ടഹൽത്തെ, പിന്നെ തുള്ളിച്ചാടി കളിച്ചുകൊണ്ട് എന്ത് ചെയ്യും, വീട്ടിലേക്ക് തിരിച്ചു പോകും എന്ന് അവൾ എല്ലാ ദിവസവും രാവിലെ പ്രതീക്ഷയോടെ കാത്തിരിക്കുമായിരുന്നു. വഹ് റോസ് സുബഹ് സ്റ്റേഷൻ കെ ബാഹർ ഉസി ജഗ ബൈഠ് ജാത്ത ഓർ ദേർ രാത്ത് ഗർ ലൗട്ട് ആത്ത. വഹ് റോസ്, അവൾ നിത്യവും രാവിലെ സ്റ്റേഷനിൽ പുറത്ത്, ഉസി ജഗ, അതേ സ്ഥലത്ത് തന്നെ ബൈഠ് ജാത്ത, വന്നിരിക്കുകയും, ദേർ രാത്ത്, രാത്രി കുറേ വൈകിയതിനു ശേഷം ഗർ ലൗട്ട് ആത്ത, വീട്ടിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു. कुछ समय बाद प्रोफेसर की पत्नी ने मकान बेच दिया और दूसरे शहर चली गई. കുറച്ചു കാലങ്ങൾക്ക് ശേഷം പ്രൊഫസറിന്റെ ഭാര്യ കെട്ടിടം വിൽക്കുകയും വീട് വിൽക്കുകയും പിന്നെ മറ്റൊരു പട്ടണത്തിലേക്ക് താമസം മാറുകയും ചെയ്തു. വഹ് അപ്പനെ സാത്ത് ഹാച്ചി കോ ബി ലേത്തി ഗയി തി. അവൾ തൻ്റെ കൂടെ ഹാച്ചിയെ കൂടെ കൊണ്ടുപോകുമായിരുന്നു. ലേക്കിൻ ഹാച്ചി വഹാം സെ ഭാഗ് ആയ, പക്ഷേ ഹാച്ചി അവിടെ നിന്ന് ഓടിപ്പോന്നു. ആ സ്റ്റേഷൻ കെ ബാഹർ ടീക് ഉസി ജഗ പർ ബൈഠ്കർ, സ്റ്റേഷന്റെ പുറത്ത് കൃത്യം അതേ സ്ഥലത്ത് തന്നെ ഇരുന്നിട്ട് ഫിർ സെ ഇന്തസാർ കർനെ ലഗ, വീണ്ടും പ്രതീക്ഷയോടെ കാത്തിരിക്കാൻ തുടങ്ങി. സ്റ്റേഷൻ കെ ആസ്പാസ് ലോഗ് ഉസെ പഹ്ചാൻതേ തെ. സ്റ്റേഷന്റെ അടുത്തുള്ള ആളുകൾക്കെല്ലാം അവളെ അറിയാമായിരുന്നു. വേ ലോഗ് ഹാച്ചി കോ ഗാന ഗിലാ ദേത്തെ, ആ ആളുകൾ അവൾക്ക് ഭക്ഷണം നൽകുമായിരുന്നു. വഹ് ദിൻ ബർ സ്റ്റേഷൻ കോ ദേഖ്താ രഹ്താ, അവളെ ദിവസം മുഴുവൻ ആ സ്റ്റേഷനിൽ കണ്ടു. ട്രെയിൻ ആത്തി, ട്രെയിൻ വന്നു. തോ, എങ്കിൽ ഉച്ചക് ഉച്ചക് കർ അപ്പനെ പ്രൊഫസർ കോ ഗോജ കർത്ത, അവൾ തൻ്റെ പ്രൊഫസറിനെ അന്വേഷിച്ചു. രാത്ത് ഹോത്തി, രാത്രിയായി. സിർ ജുക്കാക്കർ വഹ് യാർഡ് മേ സോനെ ചലാ ജാത്ത, രാത്രിയായപ്പോൾ തല കുനിച്ചുകൊണ്ട് അവൾ ആ യാർഡിലേക്ക് ഉറങ്ങാൻ വേണ്ടി പോയി. 1 സാൽ 2 സാൽ 3 സാൽ, 1 വർഷം 2 വർഷം 3 വർഷം, പൂരെ 9 സാൽ, കൃത്യം 3 വർഷവും, 9 മഹീനെ 9 മാസവും, തക്ക് വരെ ഹാച്ചി ടീക് ഉസി ജഗ ബൈഠ് അപ്പനെ പ്രൊഫസർ കാ ഇന്തസാർ കർത്താ രഹ, കൃത്യം 3 വർഷവും 9 മാസവും വരെ ഹാച്ചി കൃത്യം അതേ സ്ഥലത്ത് തന്നെ ഇരുന്നു കൊണ്ട് പ്രൊഫസറിനെ പ്രതീക്ഷിച്ചു കൊണ്ടിരുന്നു. ജിസെ ഏക് സുബഹ് ഉസ്നെ ട്രെയിൻ സെ ബിഠാക്കർ വിദാ കിയാദ. ജിസെ ഏക് സുബഹ്, ഒരു പ്രഭാതത്തിൽ അദ്ദേഹം ട്രെയിൻമേ ബിഠാക്കർ, ട്രെയിനിൽ ഇരുന്നു കൊണ്ട് വിദാ കിയാദ, വിട നൽകിയതായിരുന്നു. ലേക്കിൻ ജോ ഫിർ കബി ലൗട്ട് കർ നഹി ആയ, പക്ഷേ പിന്നീട് അദ്ദേഹം ഒരിക്കലും തിരിച്ചു വന്നില്ല. സർദി ഗർമി ബർസാത്ത് ബർഫ് ഹാച്ചി കോ ഇൻ സബ് സെ കോയി ഫർക്ക് നഹി പട. തണുപ്പ്, ചൂട്, മഴ, മഞ്ഞ്, ഇതൊന്നും ഹാച്ചിയിൽ ഇൻ സബ് സെ കോയി, ഈ എല്ലാ പ്രകൃതിയുടെ മാറ്റങ്ങളിൽ ഒന്നും തന്നെ കോയി ഫർക്ക് നഹി പട, ഒരു വ്യത്യാസവും ഹാച്ചിയിൽ വരുത്താൻ സാധിച്ചില്ല. ബീച്ച് മേം കബി കിസി ബറസ് പ്രൊഫസർ की पत्नी अपने पति की कब्र पर फूल चढ़ाने आ जाती. ഇടയ്ക്ക് എപ്പോഴോ ഏതോ ഒരു വർഷം പ്രൊഫസറിൻ്റെ ഭാര്യ തൻ്റെ ഭർത്താവിൻ്റെ ശവക്കല്ലറയിൽ ഫൂൽ ചടാനെ, ശവകുടീരത്തിൽ ഫൂൽ ചടാനെ കേലിയെ, പൂക്കൾ അർപ്പിക്കാൻ വേണ്ടി ആ ജാതി വന്നു. തബ്, അപ്പോൾ വഹ് ഹാച്ചിക്ക് സാത്ത് സടക്ക് പർ ബൈഠ്കർ രോത്തി രത്തി, അപ്പോൾ അവൾ ഹാച്ചിയോടൊപ്പം റോട്ടിലിരുന്ന് കരഞ്ഞു.
और शायद उस മൂക ജാൻവർ കെ പ്രേം, ഒരു പക്ഷേ ആ മൂക ജാൻവറിന്റെ സ്നേഹവും സമർപ്പണ മനോഭാവവും പ്രതീക്ഷയിലും അജരജ് കർത്തി, അവൾക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ടാകും. സമയ്ക്ക് സാത്ത് ഹാച്ചി ബൂട്ട ഹോ ഗയ, അങ്ങനെ സമയം പോകുന്നതോടൊപ്പം ഹാച്ചി വൃദ്ധനായി. ലേക്കിൻ ഉസ്നെ ഇന്തസാർ കർന നഹീം ചോട, പക്ഷേ പ്രതീക്ഷ എന്നത് ഒരിക്കലും കൈവെടിഞ്ഞതേയില്ല. 1935 ഉസി ജഗ് ബൈഠേ ബൈഠേ ഉസ്നെ ദം തോട് ദിയ, 1935 അതേ സ്ഥലത്ത് ഇരുന്നു കൊണ്ട് തന്നെ ഉസ്നെ ദം തോട് ദിയ, അവൾ സ്വന്തം ജീവൻ തോട് ദിയ ഉപേക്ഷിച്ചു. അങ്ങനെ അവിടെ അത്രയും വർഷങ്ങൾക്ക് ശേഷം 1935 ഹാച്ചി മരണമടഞ്ഞു. ഒരു സമയം ബർഫ് ഗിർ രഹി ഥി, ആ സമയത്ത് മഞ്ഞ് വീഴുന്നുണ്ടായിരുന്നു. മരേ ഹുയെ ഹാച്ചിക്ക് ഗുലി ആങ്കോം കോ ജൈസെ അബ് ബി ഇന്തസാർദ, മരിച്ചു കിടക്കുന്ന ഹാച്ചിയുടെ തുറന്ന കണ്ണുകളിൽ അപ്പോഴും പ്രതീക്ഷയാണ് ഉണ്ടായിരുന്നത്. അത്രയാണ് നമ്മുടെ ഹാച്ചി കി കഹാനി എന്ന നമ്മുടെ കഥയുള്ളത്. എല്ലാവരും ക്ലാസ് ഫുള്ളായിട്ട് കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ഇതിൻ്റെ അർത്ഥങ്ങൾ, മീനിങ് പ്രത്യേകമായിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. ഓക്കെ.